Okay, we will start the class anyway. Yesterday's class, we were discussing about buck converter. That is another name of buck converter is step down converter. ആർക്കെങ്കിലും ഒരാൾക്ക് അതായത് ശിശിരക്ക് ഈ സർക്യൂട്ട് പറഞ്ഞു തരാൻ പറ്റും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഏതൊക്കെയാണ് രണ്ട് ഓപ്പറേറ്റിംഗ് മോഡ് ഉള്ളത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക? സ്വിച്ച് ഓണും ഓഫും കണ്ടീഷൻ സ്വിച്ച് ഓൺ ആകുമ്പോൾ റിവേഴ്സ് ബയസിലായിരിക്കും. ഓക്കെ. അപ്പോ ഡയോഡിന് എഫക്റ്റ് ഉണ്ടാവില്ല. ഇൻഡക്ടർ ചാർജ് ചെയ്യും, കപ്പാസിറ്ററും ചാർജ് ചെയ്യും. ഓക്കെ. സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് ഡയോഡ് ഫോർവേഡ് ബയസിലായിരിക്കും. ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്ങനെയായിരിക്കും? ഈ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് വാട്ട് വിൽ ബി ദ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ? VS മൈനസ് V0 ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് ഇൻഡക്ടറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എത്തുന്നത് ഓക്കെ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്കിന്ന് പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് ബൂസ്റ്റ് കൺവേർട്ടർ. ബിഫോർ ദാറ്റ് ഞാൻ അറ്റൻഡൻസ് എടുക്കുകയാണ്. ഇതാണ് ഇന്നത്തെ ഫൈനൽ അറ്റൻഡൻസ് കേട്ടോ. 5 minutes ഞാൻ വെയിറ്റ് ചെയ്തു, കാരണം ലാസ്റ്റ് ക്ലാസ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വിട്ടെന്ന് പറഞ്ഞു. അശ്വനുണ്ട്, ദീപ്തി, ഗോപിക, വൈഷ്ണവി, സനില, okay, let us start the class. Boost converter. Boost converter is another type of converter. ഞാൻ ഓൾറെഡി ഇന്നലെ പറഞ്ഞു, there are 3 types of converter without transformer. ഓക്കെ, 3 DC to DC കൺവേർട്ടർ ആണ് ഉള്ളത്. ട്രാൻസ്ഫോമർ ഇല്ലാത്ത ടൈപ്പ്. ട്രാൻസ്ഫോമർ ഉള്ള ടൈപ്പ് വേറെയും കുറേ സർക്യൂട്ടുകൾ ഉണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് കൂടാതെ കപ്പ് കൺവേർട്ടർ, സെപ്പിക് കൺവേർട്ടർ എന്ന് പറഞ്ഞ് കുറച്ചും കൂടി ഉണ്ട്. അതൊന്നും നമുക്ക് പഠിക്കാനില്ല. ട്രാൻസ്ഫോമർ ഇല്ലാത്ത അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാത്ത 3 ടൈപ്പ് കൺവേർട്ടർ ആണ് നമ്മുടെ കയ്യിലുള്ളത്. buck converter, boost converter, buck boost converter. So we have already discussed what is buck converter, and then the next topic is boost converter. This boost converter is also known as step up converter. അല്ലേ? നമുക്കറിയാം ബൂസ്റ്റ് എന്ന് പറയുന്ന ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത് കുറച്ച് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. ബൂസ്റ്റ് ചെയ്യാന്നുള്ളത് ആ രീതിയിലാണ് നമ്മൾ പഠിക്കല് അല്ലെ, കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടർ എന്ന് പറഞ്ഞത് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഹയർ ദാൻ ദ ഇൻപുട്ട് വോൾട്ടേജ്. ബക്ക് കൺവേർട്ടറിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ബക്ക് കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ദ ഇൻപുട്ട് വോൾട്ടേജ്. അത് ഇൻപുട്ട് വോൾട്ടേജിന് ഈക്വലോ അല്ലെങ്കിൽ ലെസ് ദാനോ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ബക്ക് കൺവേർട്ടറിന്റെ കേസിൽ പറഞ്ഞത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബൂസ്റ്റ് കൺവേർട്ടർ the output voltage is greater than input voltage. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. സോ അതുകൊണ്ടാണ് ബൂസ്റ്റ് കൺവേർട്ടറിൽ എപ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടർ. സോ ദാറ്റ് ഈസ് വാട്ട് അവർ തേർഡ് പോയിന്റ്. ആസ് ദ നെയിം ഇംപ്ലൈസ്, the output voltage is always greater than the input voltage. Output voltage is always greater than the input voltage. Output വോൾട്ടേജിനേക്കാളും കൂടുതലാണ് ഇൻപുട്ട് വോൾട്ടേജ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഡി സി പവർ സപ്ലൈ, എല്ലാം ഡി സി പവർ സപ്ലൈയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓഫ് ഡി സി മോട്ടർ.
ഡി സി മോട്ടറിന്റെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലുമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ അത്ര ഡീപ്പായിട്ട് ആ ആപ്ലിക്കേഷൻസിലൊന്നും പോകുന്നില്ല. ഏതായാലും ഡി സി പവർ സപ്ലൈയിൽ ഇത് യൂസ് ചെയ്യും. എവിടെയൊക്കെ വെനെവർ വി നീഡ് we need to increase the voltage, we use this boost converter. അതായത് നമ്മുടെ കയ്യിൽ ഒരു 5 വോൾട്ട് സപ്ലൈ ആണ് ഉള്ളത്, നമുക്കൊരു 6 വോൾട്ട് 7 വോൾട്ട് ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണമെങ്കിൽ നമുക്ക് ബൂസ്റ്റ് കൺവേർട്ടർ ഉപയോഗിക്കാം. അപ്പോൾ എത്രത്തോളം ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ കൂടുതലൊന്നും നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 5 വോൾട്ടിനെ 50 വോൾട്ട് ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതങ്ങനെയൊന്നും പറ്റില്ല, അതിനൊരു റേഞ്ച് ഉണ്ട്. അപ്പം അതൊരു ഐഡിയൽ കണ്ടീഷനിൽ ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടർ ആണ്. നമുക്ക് എത്രമാത്രം സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റും അത്രത്തോളം സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രാക്ടിക്കലി ദർ ഇസ് എ ഡിഫിക്കൽട്ടി. അപ്പം ഒരു ലിമിറ്റ് വരെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൽ കൂടുതലൊന്നും നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം boost converter, I think you understood. It is also known as step up converter. Why it is also known as step up converter? Because the output voltage is always greater than the input voltage, or even you can keep output voltage equal to input voltage. That is also possible. So this is a circuit diagram. So if you see the circuit of boost converter at a first look, this is almost same like ബക്ക് കൺവേർട്ടർ അല്ലെ. ബക്ക് കൺവേർട്ടറിൽ ഉള്ളതുപോലെ തന്നെ ഒരു ഇൻഡക്ടറും, ബക്ക് കൺവേർട്ടറിൽ ഉള്ളതുപോലെ തന്നെ ഒരു ഡയോഡും, കപ്പാസിറ്ററും, ലോഡ് റെസിസ്റ്ററും, ഒരു സ്വിച്ചും ആണ് ഉള്ളത്. അപ്പം ബക്ക് കൺവേർട്ടറിലുള്ള അതേ കോമ്പോണൻസ് തന്നെയാണ് നമുക്ക് ബൂസ്റ്റ് കൺവേർട്ടറിലും ഉള്ളത്. ഒരു ഡിഫറൻസും ഇല്ല. ഒരു വൺ ഇൻഡക്ടർ ഇസ് ദർ, വൺ കപ്പാസിറ്റർ ഇസ് ദർ, വൺ ഡയോഡ് ഇസ് ദർ, വൺ സ്വിച്ച് ഇസ് ദർ. സർക്യൂട്ട് ഈസ് ഓൾമോസ്റ്റ് സെയിം. Then what is the difference? ബക്ക് കൺവേർട്ടറിൽ എന്താ ഡിഫറൻസ് വന്നത്? ബക്ക് കൺവേർട്ടറിൽ ഇൻഡക്ടർ എവിടെയായിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബക്ക് കൺവേർട്ടറിൽ ഇൻഡക്ടർ ഇവിടെയായിരുന്നു അല്ലെ. സ്വിച്ചിന്റെ പൊസിഷൻ ഇതായിരുന്നു, ഡയോഡിന്റെ പൊസിഷൻ ഇവിടെയായിരുന്നു അല്ലെ. ഒരു സർക്കുലർ മോഷനിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പോണന്റ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇൻഡക്ടർ എന്ത് ചെയ്തു? എവിടെ എന്തായിരുന്നു ബക്ക് കൺവേർട്ടറിന്റെ കേസിൽ? ബക്ക് കൺവേർട്ടറിന്റെ കേസിൽ ഇവിടെ സ്വിച്ച് ഉണ്ടായിരുന്നു, ഇവിടെയായിരുന്നു ഇൻഡക്ടർ ഉണ്ടായിരുന്നത്, ഇവിടെയായിരുന്നു നമ്മുടെ ഡയോഡ് ഉണ്ടായിരുന്നത് അല്ലെ. അപ്പം അങ്ങനെയാണ് അത് നമ്മൾ കണക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് ഇൻഡക്ടറായി, അതിനുശേഷം സ്വിച്ച് ഇവിടെ വന്നു, ഡയോഡ് ഇവിടെയാണ് ഉള്ളത്. സോ നമ്മൾ ഇതെങ്ങനെ അനലൈസ് ചെയ്യും? നമ്മൾ ഇത് അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഒന്ന്, സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ വെൻ സ്വിച്ച് ഈസ് ഓൺ എന്ത് സംഭവിക്കും? പാർവതി പാർവതിക്ക് മൈക്കില്ല, അത് മെസ്സേജ് ടൈപ്പ് ചെയ്താൽ മതി. അങ്ങനെ എല്ലാ തവണയും രക്ഷമുണ്ട്, മെസ്സേജ് ടൈപ്പ് ചെയ്താൽ മതി. പാർവതി, വെൻ സ്വിച്ച് ഈസ് ഓൺ what will happen? When switch is on, what will happen to inductor? What will happen to diode? What will happen to the load? ആൻസർ മെസ്സേജ് അയക്കുക. When switch is closed, what will happen to the inductor? What will happen to the diode? What will happen to the capacitor? What will happen to the load? In this case, both are same. Almost load and capacitor is almost connected from same point. പാർവതി മെസ്സേജ് അയക്കുന്നുണ്ടോ? അറിയില്ല. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ക്ലിയർ ആവേണ്ടിയാണല്ലോ. ഓക്കെ, അപർണ.
അപർണ മൈക്കോണാണ്. അപർണ അപർണ ഓൺലൈനിലില്ല. ഓക്കെ, മൈക്ക് ഓൺ ആക്കിയിട്ട് പറയാം, ആൻസർ പറയാം. വൈഷ്ണവി. സർ, ഒന്ന് ആൻസർ പറയാൻ പറ്റും? സ്വിച്ച് ഓൺ ആകുമ്പോൾ കറണ്ട് കണ്ടക്ട് ചെയ്യും. കറണ്ട് ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്. സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് കറണ്ട് ഫ്ലോ ചെയ്യും. എവിടെ നിന്ന് എങ്ങോട്ടാ? വി എസ് ഇൻഡക്ടർ ഇൻഡക്ടർ വഴി ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ? നിങ്ങൾ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വി എസ് എന്ന് ഇങ്ങനെ ഇൻഡക്ടർ വഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അപ്പം ഇവിടെ പോസിറ്റീവും ഈ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് ഇവിടെ ഇപ്പം നെഗറ്റീവും ഉള്ളത് അല്ലേ? അതുപോലെ ഈ കപ്പാസിറ്റർ പ്രീവിയസ് സൈക്കിളിൽ ചാർജ് ചെയ്തിട്ടുണ്ടാവും. ആ കപ്പാസിറ്ററിൽ ഒരു ചാർജ് ഉണ്ടാവും, അത് പോസിറ്റീവാണ്. അപ്പോൾ ഈ ഡയോഡിന് എന്ത് സംഭവിക്കും? ഡയോഡ് ഫോർവേഡ് ബയസ്. ഡയോഡിന്റെ ഫോർവേഡ് ബയാസ് ഇനിയും കുട്ടി മനസ്സിലായില്ല. ഡയോഡ് എങ്ങനെയാണ് ഫോർവേഡ് ബയാസിലാവുക? ഇതേത് റീജിയനാ? ഇത് പി റീജിയൻ അല്ലേ? ഇതല്ലേ എൻ റീജിയൻ അല്ലേ? അപ്പൊ ഇവിടെ നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആണ് കൊടുത്തതെങ്കിൽ ഡയോഡിന് എന്താ സംഭവിക്കുക? റിവേഴ്സ് ബയസ് ആയിരിക്കും. ഡയോഡ് റിവേഴ്സ് ബയാസിലായിരിക്കും. അപ്പം ലോഡിന് ആരാണ് സപ്ലൈ കൊടുക്കുക ആ സമയത്ത്? കപ്പാസിറ്റർ. കപ്പാസിറ്റർ ലോഡിന് സപ്ലൈ കൊടുക്കും. ഓക്കെ ഓക്കെ, മൈക്ക് ഓഫ് ആക്കിക്കോ. സോ when switch is turned on, what will happen? This inductor is exactly parallel to Vs. The input supply ക്ക് exact inductor parallel ആയിട്ട് വരും. So what will happen? The current will flow in this order, in this direction. From supply inductor, then through the switch it will come to the negative terminal of supply. And what about this point? This is in the previous cycle, the capacitor is almost fully charged. So this terminal is plus. And you can see that since the inductor comes exactly parallel to the supply, this terminal is negative. And here also it is negative. So what will happen to this diode? The diode is in reverse bias condition and it will not conduct. So now check this one. So when the switch is on, so this is the equivalent diagram. You see this one. The inductor is parallel to the supply. So the current flows like this and inductor charges. And what about the diode? The diode is in reverse bias condition. So no current flows through the diode. And the capacitor will provide charge to the load or energy to the load, and it is also discharging. So the inductor is charging, the capacitor is discharging. So that is what happens when switch is on. So read this one. When the switch is on, the diode's reverse bias, the diode is reverse bias, thus isolating the output stage. Isolating means there is no connection between this part, output stage, and this input stage. And the inductor charges through the input supply. Inductor charge ചെയ്യുന്നത് എന്താ പറയുക, ഇൻപുട്ട് സപ്ലൈ എന്നാണ്.
Then the capacitor provides supply to the load. Capacitor ആണ് ആർക്ക് സപ്ലൈ കൊടുക്കുന്നത്, ലോഡിന് സപ്ലൈ കൊടുക്കുന്നത്. So that is what happens when switch is on. അത് ഏത് ടൈം പീരീഡിലാണ് നമ്മൾ എങ്ങനെ പറയാ, ഡി ടി ടൈം പീരീഡിലാണ്. ഡി ടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത് ടി ഓൺ ഡിവൈഡഡ് ബൈ ടി ആണ്. സോ ടി ഓൺ ഡിവൈഡഡ് ബൈ ടി ഇൻറ്റു ടി എന്ന് പറയുന്നത് ടിയും ക്യാൻസൽ ആവും, ടി ഓൺ ടൈം, സ്വിച്ച് ഓൺ ആവുന്ന സമയത്താണ് ഇതുപോലെ കണ്ടക്ഷൻ നടക്കുന്നത്. സോ വെൻ ദ സ്വിച്ച് ഈസ് ഓൺ, വാട്ട് വിൽ ഹാപ്പൻ, the inductor charges, inductor will exactly come parallel to the supply. So inductor charges and the diode is in reverse bias condition, so there is no current flow through the diode, and the capacitor now delivering energy or power to the load or load resistor. So that is what happens when switch is on. And I can ask you one more thing. Try to message in chat box, what will be the voltage across inductor at that time? What will be the voltage across inductor? Okay, voltage across inductor is Vs. And what about IL, the current through the inductor? Is it increasing or decreasing? That is my question. What about the current through the inductor? Is it increasing or decreasing? So I already told the inductor is charging. So when it is charging, the current through the inductor will increase. Okay, അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇൻഡക്ടറിൽ ഇനീഷ്യലി കറണ്ട് മിനിമം ആയിരിക്കും, പിന്നീട് എന്ത് ചെയ്യും, കറണ്ട് ഇൻക്രീസ് ചെയ്ത് വരും. കപ്പാസിറ്ററിലാണെങ്കിൽ വോൾട്ടേജ് ആദ്യം മിനിമം ആയിരിക്കും, പിന്നീട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് വരും, കറണ്ട് റെഡ്യൂസ് ചെയ്ത് വരും. ഇൻഡക്ടറിന്റെ കേസിൽ ആദ്യം കറണ്ട് മിനിമം ആയിരിക്കും, പിന്നെ ഇൻഡക്ടർ ചാർജ് ചെയ്യുന്നതിനനുസരിച്ച് അതിലൂടെയുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്ത് വരും. സോ ദർ ഇസ് എ ലീനിയർ ഇൻക്രിമെന്റ് ഓഫ് കറണ്ട് when the switch is on. What about capacitor? Capacitor discharge ചെയ്യാണ്. കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ കറണ്ട് ഇങ്ങനെയായിരിക്കും കപ്പാസിറ്ററിലേക്ക് ഫ്ലോ ചെയ്യുന്നത്. ഇപ്പം കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാണ്, ഈ ഒരു ഡയറക്ഷനിലാണ് കപ്പാസിറ്ററിൽ നിന്നുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഐ ഓൾറെഡി എക്സ്പ്ലെയിൻ ദീസ് പോയിന്റ്സ് ഓൾസോ. നൗ ലെറ്റ് us see when the switch is off. We will go back to this diagram, first diagram, and see when the switch is off. Again, this is the condition. So what will happen? So when the switch was on, the inductor was charging like plus and minus in this polarity. Now the switch is off. Now it is a time for inductor to discharge. So what will happen? It will discharge with opposite polarity. അല്ലേ, പൊളാരിറ്റി ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് പൊളാരിറ്റി റിവേഴ്സ് ചെയ്തിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുക. സോ നൗ ദ പൊളാരിറ്റി ഈസ് മൈനസ് ആൻഡ് പ്ലസ്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് ഡയോഡ്? സോ നൗ പ്രീവിയസ് in the previous switching condition, the switch was closed, so here it was something like negative terminal, so the diode was in reverse bias condition. But now the switch is open. Here you can see that this is positive, and if this is positive, then the other terminal the diode will conduct. So what will happen is, I will explain you. This Vs is assumed like a battery. The top end is positive, the bottom one is negative. Now assume this inductor in the discharge condition is another battery. So the positive terminal of supply is connected to now negative terminal of inductor, and again you have positive. So this is supply voltage is Vs, and now we have inductor voltage VL. So if you connect a source, two sources like this, the total input is Vs plus VL. Understood?
അതായത് ഇൻഡക്ടർ ചാർജ് ചെയ്തതിന് ശേഷം ഡിസ്ചാർജ് ചെയ്യുന്നത് മൈനസ് പ്ലസ് പൊളാരിറ്റിയിലാണ്. ഈ സപ്ലൈ എന്ന് പറയുന്നത് മൈനസ് പ്ലസ് പൊളാരിറ്റിയിലാണ് ഉള്ളത്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെന്ന് വെച്ചാൽ അഡിക്റ്റീവ് നേച്ചറാണ് അല്ലേ, രണ്ടും എന്താ പറയുക മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. അപ്പോൾ ഇതുപോലെയാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വോൾട്ടേജും ആഡ് ചെയ്യുന്നതാണ് ഇൻപുട്ട് വോൾട്ടേജ്. സോ സപ്ലൈ വോൾട്ടേജ് പ്ലസ് ഇൻഡക്ടർ വോൾട്ടേജ് ഈസ് യുവർ ഇൻപുട്ട് വോൾട്ടേജ്. So what will happen? Of course, it will be more than the capacitor voltage. So here it is positive, here it is negative. So the diode will conduct. So this total voltage, അതായത് വി എസ് പ്ലസ് ഇൻഡക്ടർ വോൾട്ടേജ് എന്ത് ചെയ്യും, കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, ലോഡിലേക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്കറിയാം വി എസ് പ്ലസ് വി എൽ വരുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും പറയാൻ പറ്റും ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും കൂടുതലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും കൂടുതലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. കാരണം ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി എസ് ആണ്, നമുക്ക് ഔട്ട്പുട്ടിൽ ഇപ്പോൾ കിട്ടുന്നത് വി എസ് പ്ലസ് വി എൽ ആണ്. അത് തന്നെയാണ് കപ്പാസിറ്ററിൽ ചാർജ് ചെയ്യുന്ന വോൾട്ടേജും. അപ്പൊ കപ്പാസിറ്റർ അടുത്ത സൈക്കിളിൽ കൊടുക്കുന്നത് എന്തായിരിക്കും, ഈ വി എസ് പ്ലസ് വി എൽ ആയിരിക്കും പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഓൾവേസ് ദ ഔട്ട്പുട്ട് ഓഫ് ബൂസ്റ്റ് കൺവെർട്ടർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ ഇൻപുട്ട് വോൾട്ടേജ്. നമുക്ക് നോക്കാം ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെയാണ് വരിക. ശ്രദ്ധിച്ചോളുക, ഇവിടെ ഉണ്ടായിരുന്ന ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഡയോഡിന്റെ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒന്നും കാണിച്ചിട്ടില്ല, ഫോർവേഡ് ബയാസിലാണ്. ഇവിടെ നമുക്ക് സ്വിച്ച് ഉണ്ടായിരുന്നു, സ്വിച്ചിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാത്തതുകൊണ്ട് അതും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് അത് ഇതിലേക്കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഹാപ്പൻസ്, സോ ദിസ് end is negative, this end is positive. Again while discharging, this is negative, this is positive. And it will charge the capacitor, also it will provide load to the resistor. പക്ഷെ ആ ലോഡിന് റെസിസ്റ്ററിന് കിട്ടുന്ന ലോഡും അല്ലെങ്കിൽ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന വി എസിനേക്കാളും കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് ആക്ച്വലി വി എസ് പ്ലസ് വി എൽ. Now tell me, what will be the voltage across inductor? Voltage across inductor is the polarity or the magnitude at this point Vs minus the magnitude at this point. That is actually Vs minus V naught. And what will happen to the inductor current? The inductor at this moment is discharging. Okay, ഇത് എപ്പോഴും വി എൽ ഒരേപോലെ കോൺസ്റ്റന്റ് ആയി കിട്ടില്ല, വി എൽ ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് വരും. അപ്പം ഇൻഡക്ടർ ഈസ് ഡിസ്ചാർജിങ്, ഇൻഡക്ടർ കറണ്ട് ഡിസ്ചാർജ് ചെയ്യും. വാട്ട് അബൌട്ട് കപ്പാസിറ്റർ? കപ്പാസിറ്റർ ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. സോ വെൻ ദ സ്വിച്ച് ഈസ് off, the diode gets forward bias. The inductor discharges through the load. Capacitor charges. The output voltage is supply അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് പ്ലസ് ഇൻഡക്ടർ വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സപ്ലൈ പ്ലസ് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. Now let us check this or analyze this waveforms. Now here we have 4 waveforms. One is voltage across inductor. Another one is current through diode, that is nothing but ID. Then we have current through inductor. Then we have current through or current flow by the capacitor. 4 വേവ് ഫോം ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് വൺ ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ്. വെൻ ദ സ്വിച്ച് ഈസ് ഓൺ, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ വാസ് വി എസ് അല്ലേ, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ വാസ് വി എസ്. സോ വെൻ ദ സ്വിച്ച് ഈസ് ഓൺ, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ വാസ് വി എൽ. ഇറ്റ് ഈസ് എക്സാക്ട്ലി പാരലൽ വിത്ത് സപ്ലൈ വോൾട്ടേജ്. So there is no doubt in that one. So when the switch is off, the voltage across inductor is Vs minus V0. That also we have discussed. This was the case when the switch is off. Here the voltage is Vs and here the voltage is what is available here, that is V naught. So V naught Vs. So voltage across inductor is Vs minus V naught. So that is how we will plot this one. So we can see that switch is closed till the interval dt, that is nothing but t on.
and switch is open after that. This is full time period T. Okay, and next waveform is current, IL, current through the inductor. So the current through inductor, we know that when the switch is closed, the inductor charges to the maximum value, and then the switch is open, inductor charges, starts to discharge, so discharges, then charges, it is continuous like that. And what is ID? Current through the diode. Of course, we know that during T on period, or when the switch is on, there is no current flow through the diode, and it flows only during T off, or when the switch is off. So we need to draw diode current only during that interval. അല്ലേ, 0 to dt നമ്മൾ ഇത് ഡ്രോയിങ് ചെയ്യേണ്ട ആവശ്യമില്ല. 0 to dt നമ്മൾ വരക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം സ്വിച്ച് ഓഫ് ആകുമ്പോൾ മാത്രമേ ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ വരക്കുന്നത്. ആ ഒരു ടൈമിലുള്ള കറണ്ട് എന്ന് പറയുന്നത് വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. എന്താ ഈ സർക്യൂട്ട് എന്ന് പറയുന്നത്? ഈ സർക്യൂട്ടിൽ നമുക്കറിയാം, ഇവിടെയാണ് ഡയോഡ് അല്ലേ, ഇവിടെയായിരുന്നു ഡയോഡ് ഉണ്ടായിരുന്നത്. ഡയോഡ് ഫുള്ളി ഓൺ ആയതുകൊണ്ടാണ് അത് നമ്മൾ കാണിക്കാതിരുന്നത്. സോ ഡയോഡിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ഏതിലൂടെയുള്ള കറണ്ടാ? ഇൻഡക്ടറിലൂടെയുള്ള കറണ്ട് തന്നെയാണ്. സോ വാട്ട് വി നീഡ് ടു ഡു ഈസ് വാട്ട് എവർ അവൈലബിൾ ഹിയർ അറ്റ് ദിസ് പോർഷൻ യു ഡ്രോ ഇറ്റ് ഹിയർ. സോ സെയിം തിങ് അല്ലേ, ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് തന്നെയാണ് ഇവിടെ വരക്കേണ്ടത്. ആൻഡ് വാട്ട് അബൌട്ട് ഐ സി? സോ ഐ സി വി ആർ ഡ്രോയിങ് ലൈക്ക് ദിസ് ഡ്യൂറിങ്, അതായത് കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോഴുള്ള കറണ്ടിനെ നമ്മൾ പോസിറ്റീവ് ആക്കിയിട്ടും കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോഴുള്ള കറണ്ടിനെ നെഗറ്റീവ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. സോ ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഡി ടി പീരീഡ് ദ കപ്പാസിറ്റർ വാസ് പ്രൊവൈഡിങ് സപ്ലൈ ടു ദ ലോഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? കപ്പാസിറ്ററിന്റെ കറണ്ട് നെഗറ്റീവായി അസ്യൂം ചെയ്തു. ആൻഡ് ഡ്യൂറിങ് ദ ടി ഓഫ് പീരീഡ്, സ്വിച്ച് ഓഫ് ആകുന്ന സമയത്ത് എന്തായി? കപ്പാസിറ്റർ ചാർജ് ചെയ്യലാണ്. സോ ആ സമയത്ത് കപ്പാസിറ്റർ ചാർജ് ചെയ്യും. ഓൾമോസ്റ്റ് സിമിലർ ഇതായിട്ടാണ് ഈ വേവ് ഫോമിന് സിമിലർ ആയിട്ട് തന്നെയാണ് നമ്മൾ വരക്കേണ്ടത്. പക്ഷേ മാഗ്നിറ്റ്യൂഡ് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. മാഗ്നിറ്റ്യൂഡ് ഇതിനേക്കാളും ലെസ് ആയിട്ടാണ് വരക്കേണ്ടത്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം അവിടെ എത്തുമ്പം ഈ ഇൻഡക്ടർ കറണ്ടിന് രണ്ട് പാത്ത് ഉണ്ട്. ഒന്ന് കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യാം, രണ്ടാമത് ലോഡിലൂടെ ഫ്ലോ ചെയ്യാം. നമ്മൾ അസ്യൂം ചെയ്യുന്നു കുറച്ച് എമൗണ്ട് ലോഡിലൂടെ ഫ്ലോ ചെയ്തു, ബാക്കി എമൗണ്ട് ആണ് കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്യുന്നത്. So this is how the waveform will come. അല്ലേ, ഇപ്പം ഡി ടി വരെയുള്ള ടൈമിൽ ഒരു ടൈപ്പ് വേവ്. ഈ ഇൻഡക്ടറിന്റെ വേവ് ഫോം നമുക്കറിയാം ബക്ക് കൺവേർട്ടറിനും ബൂസ്റ്റ് കൺവേർട്ടറിനും ഓൾമോസ്റ്റ് സെയിം ആണ്. ഡയോഡ് നിങ്ങൾ സീരീസ് കോമ്പിനേഷനും, ഡയോഡിന്റെയും കപ്പാസിറ്ററിന്റെ കേസിൽ സീരീസ് ആണോ പാരലൽ ആണോ എന്ന് വെച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് വരച്ചാൽ മതി. ഓൾമോസ്റ്റ് ഇൻഡക്ടറിന്റെ കറണ്ട് തന്നെയാണ് ഡയോഡിന്റെ കറണ്ടും വരിക, അതിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഈ രണ്ട് വേവ് ഫോം നിങ്ങൾക്ക് എല്ലാത്തിനും ഒരുപോലെ തന്നെയാണ് വരിക. കപ്പാസിറ്ററിന്റെയും ഇൻപുട്ട് വോൾട്ടേജുമാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളത്. വാട്ട് അബൌട്ട് ദ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ? ഔട്ട്പുട്ട് എക്സ്പ്രഷൻ വാസ് ഓഫ് ബക്ക് കൺവേർട്ടർ വാസ് വി നോട്ട് ഈസ് ഈക്വൽ ടു വി ഇൻ ഇൻറ്റു ഡി. ഇതായിരുന്നു നമ്മുടെ ബക്ക് കൺവേർട്ടറിന്റെ കേസിൽ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബൂസ്റ്റ് കൺവേർട്ടർ ഇത് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ഇതിനൊരു വലിയ ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. നമുക്കത് സിലബസിൽ പറയാത്തതുകൊണ്ട് ഈസി, എന്താ പറയുക, ഡയറക്റ്റ് നമ്മൾ പഠിച്ചാൽ മതി എക്സ്പ്രഷൻ. So V naught is equal to V in divided by 1 minus D. Okay, V naught is equal to V in divided by 1 minus D, where D is duty cycle and it is given by expression T on divided by T. So assume when D is something about 0.8, 0.8. So if you substitute that value, and I am assuming like V in is equal to 5 volt. So what will happen? 5 into 5 divided by 1 minus 0.8. So it is 5 divided by 0.2. So how much it will come? 5 divided by 0.2 means how much? 25? Yes.
ഓക്കെ, തിയററ്റിക്കലി നമുക്കത് പറയാൻ പറ്റും, ബൂസ്റ്റ് ചെയ്തു അല്ലേ, നമ്മൾ ബൂസ്റ്റ് കൺവെർട്ടറാണ് പഠിക്കുന്നത്, 5 വോൾട്ടിനെ 25 ആയി ബൂസ്റ്റ് ചെയ്തു. ബട്ട് പ്രാക്ടിക്കലി നമുക്ക് അത്രത്തോളം ബൂസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡ്യൂട്ടി സൈക്കിൾ 0.6 വരെയൊക്കെ ഈ സർക്യൂട്ടുകൾ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ എക്സ്പ്രഷൻ പ്രകാരം എന്താ ചെയ്യുന്നത്, ബൂസ്റ്റ് ചെയ്യുന്നത് തിയററ്റിക്കൽ ഐഡിയൽ കണ്ടീഷനിൽ നമുക്കത് ബൂസ്റ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. സോ 5 when I was given 5 volt as input, the output is almost something 25 volt theoretically. Or you calculate if it is 0.5, if duty cycle is 0.5, 1 minus 0.5 is something like 5 divided by 0.5. So 5 divided by 0.5, how much it will come? So it is almost some 10 voltage, correct? Yeah, 10 voltage. So it will come 10 voltage. So it is boosting, like whenever you change the voltage, if you increase the duty cycle, the output is also more than the also increasing, and when the duty cycle is reduced, the output also reduces. But whatever be the case, the output is always equal to or greater than the input voltage. So that is how boost converter will work. Okay. ഓക്കെ, അർച്ചിത ഒന്ന് മൈക്ക് ഓൺ ആക്കൂ. അർച്ചിത, ക്ലിയർ ആണോ? ഇതെങ്ങനെയൊന്ന് പറഞ്ഞു തരുമോ, എങ്ങനെയാണ് രണ്ട് ഓൺ ടൈമിലും ഓഫ് ടൈമിലും, സ്വിച്ച് ഓൺ ആകുമ്പോഴും ഓഫ് ആകുമ്പോഴും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക പറഞ്ഞു തരുമോ? When the switch is on, Hipsu, Hipsu Rahman. Ashwin. ഇതെങ്ങനെയൊന്ന് പറഞ്ഞു തന്നെ, സ്വിച്ച് ഓൺ ആക്കുമ്പോൾ when the switch is on, what will happen? സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇൻഡക്ടർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇൻഡക്ടർ ചാർജ് ചെയ്യും. ഓക്കെ, പോസിറ്റീവ് നെഗറ്റീവ് പോളാരിറ്റി. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ ടു ഡയോഡ്? ഡയോഡ് അപ്പം റിവേഴ്സ് ബയസ് ആയിരിക്കും. ഓക്കെ, സോ ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട്. വാട്ട് വിൽ ഹാപ്പൻ ടു കപ്പാസിറ്റർ? കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. Okay, and it provides power to the load, അല്ലേ, ലോഡിന് സപ്ലൈ ചെയ്യും. Okay, when the switch is open, what will happen? സ്വിച്ച് ഓപ്പൺ ആകുമ്പം ഇൻഡക്ടറിലെ പോളാരിറ്റി മാറും, നെഗറ്റീവും പോസിറ്റീവും ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നേരത്തെ പോസിറ്റീവും മൈനസും ആയിരുന്നു, ഇപ്പം ഇങ്ങനെയായി. വാട്ട് വിൽ ഹാപ്പൻ ടു ഡയോഡ്? ഡയോഡ് അപ്പം ഫോർവേഡ് ബയസ് ആവും. വാട്ട് അബൌട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ്? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വി എസും വി എല്ലും ആഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, വി എസ് പ്ലസ് വി എൽ ആണ് അല്ലേ. ഓക്കെ, കപ്പാസിറ്ററിന് എന്ത് സംഭവിക്കും അപ്പം? കപ്പാസിറ്റർ അപ്പം നേരത്തെ ഡിസ്ചാർജ് അല്ല ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും അല്ലേ. ഓക്കെ, അപ്പം ബക്ക് കൺവേർട്ടറും ബൂസ്റ്റ് കൺവേർട്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? വി ഔട്ട് എന്ന് പറഞ്ഞാൽ വി എസ് പ്ലസ് വി എൽ ആയിരിക്കും. ഓക്കെ, ബക്ക് കൺവേർട്ടറിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ആയിരുന്നു അല്ലേ. ബൂസ്റ്റ് കൺവേർട്ടറിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ ഇൻപുട്ട് വോൾട്ടേജ്.
ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത് നോക്കുക നിങ്ങൾ. അടുത്ത ബക്ക് ബൂസ്റ്റ് കൺവേർട്ടറും കൂടിയാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക ഐസൊലേഷൻ ഇല്ലാത്ത DC-to-DC കൺവേർട്ടറിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക് ഉള്ളത്. ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ കൂടെയാണ്. ഇതിന് രണ്ടിനെയും പ്രോപ്പർട്ടി വരുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് നോക്കാം. നിങ്ങൾ ഇപ്പം തന്നെ ഇതിൻ്റെ വർക്കിംഗ് പഠിക്കണം. കാരണം കുറേ സർക്യൂട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഇത് കൺഫ്യൂഷൻ ആവും. ഡയോഡിൻ്റെ ഒക്കെ ഇപ്പോൾ എല്ലാത്തിലും കോമ്പണൻറ്റ് സെയിം ആണ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് മാത്രമേ മാറുന്നുള്ളൂ. സോ അത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, താങ്ക് യു.